കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വൃത്തികെട്ടതും ആഭാസപരവുമായിട്ടുള്ള ഒരു സമര പരമ്പരയെ അതിനെ ഇങ്ങനെ ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ലേബലിൽ നമ്മൾ ചെറുതായിട്ട് കാണരുത്. ഇവിടെ എവിടെയാണ് ഒരു ഒത്തുതീർപ്പ് നടന്നിട്ട് അങ്ങേക്ക് പറയാൻ കഴിയുക? ഇവിടെ ഒത്തുതീർപ്പ് ഈ കേസിൽ ഇവിടെ നമ്മൾ പറയുന്ന ഉപരോധ സമരം അല്ല യഥാർത്ഥത്തില് സോളാർ കേസും സോളാർ സമരവും. ഇവിടെ ഈ അനിൽജി പറയുന്നത് പോലെ ഒരു ഒത്തുതീർപ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനുശേഷം ഉമ്മൻചാണ്ടിയെ ക്രൂരമായി വേട്ടയാടുമായിരുന്നോ? ഉമ്മൻചാണ്ടിയുടെ നെഞ്ചും കൂട് തകർത്തുകൊണ്ട് സഹാക്കന്മാർ കല്ലെറിയുമായിരുന്നോ? ഉമ്മൻചാണ്ടിയെ ശിവരാജൻ കമ്മീഷനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിണറായി സർക്കാർ 2016 വന്ന പിണറായി സർക്കാർ വേട്ടയാടുമായിരുന്നോ? അതും പോരാഞ്ഞിട്ട് 2021 CBI അന്വേഷണത്തിന് പിണറായി വിജയൻ സർക്കാർ ഉത്തരവിടുമായിരുന്നോ? ഇത് ഒരു ഒത്തുതീർപ്പ് ഈ കേസിന്റെ ഒരു ഘട്ടത്തിലും, കാരണം ഇത് വളരെ കൃത്യമായി തന്നെ എന്താണ്, അന്ന് ഏറ്റവും ജനകീയമായിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഉൾപ്പെടെയുള്ള അവാർഡുകൾ ബഹുമതികൾ നേടിയ ഉമ്മൻചാണ്ടി സർക്കാരിനെ എങ്ങനെയും അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി CPM നേതൃത്വം, LDF നേതൃത്വം മെനഞ്ഞെടുത്ത ഒരു മസാലക്കഥ. ആ മസാലക്കഥയ്ക്ക് എരിവും പുളിവും കൂട്ടിക്കൊണ്ട് സരിത എസ് നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉണ്ടാക്കിയ എത്ര വൃത്തികെട്ട അവഹേളനമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായത്. അനിൽജിക്ക് അറിയാമല്ലോ. സരിത നായരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ലൈംഗിക പീഡന ആരോപണം പോലും ഉന്നയിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു. ഇവിടെ ഇന്ന് ജോൺ മുണ്ടക്കയത്തിന്റെ സമകാലീന മലയാളത്തിൽ അദ്ദേഹം എഴുതുന്ന പരമ്പര, അതാണല്ലോ നമ്മുടെ ഇവിടുത്തെ ചർച്ചയ്ക്ക് ആധാരം. അന്ന് CPM നടത്തിയ ഉപരോധ സമരം, ആ ഉപരോധ സമരം ഏകപക്ഷീയമായി അവസാനിപ്പിച്ചുകൊണ്ട് CPM ആ സമരത്തിൽ നിന്നും രക്ഷപ്പെടുക ചെയ്തു. അല്ല പ്രൊഫസർ റോണി, ഇന്ന് നിങ്ങളോടൊപ്പമുള്ള ചെറിയാൻ ഫിലിപ്പ് അന്ന് അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു. ഇന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിട്ടുണ്ട് ഇരു മുന്നണികളുടെയും ആവശ്യമായിരുന്നു എന്ന് ഈ സമരം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് അച്യുതാനന്ദൻ്റെ വാശിയായിരുന്നു ഇങ്ങനെയൊരു ഉപരോധ സമരത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. മാത്രമല്ല ഇങ്ങനെയൊരു സമരത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അന്ന് പാർട്ടിയുടെ പല ജില്ലാ സെക്രട്ടറിമാരും പറഞ്ഞു ഇങ്ങനെയൊരു സമരത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ. പക്ഷേ നോക്കൂ, അവസാനം ഇങ്ങനെയൊരു ഉപരോധ സമരം ഉണ്ടായതിനു ശേഷം അത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് ഇരു മുന്നണികൾക്കും ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ നടന്നു, ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു. സോ അതിൽ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ ഒത്തുതീർപ്പ് ചർച്ചയാകുമ്പോൾ അതിൽ ചില ഡിമാൻഡ്സ് അംഗീകരിക്കേണ്ടി വരും അല്ലേ? ആ ഡിമാൻഡ്സ് അംഗീകരിച്ചു. അതിൽ ഇനിയും പുറത്തു വരാത്ത ചില ഡിമാൻഡ്സുകൾ കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒത്തുതീർപ്പിലേക്ക് നയിച്ച ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് പുറത്തു വന്നിട്ടില്ല. ഒരുപക്ഷെ നാളെ മറ്റേതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹം തുറന്നു പറഞ്ഞേക്കാം ഇതുകൂടി അതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന്. അപ്പോൾ സ്വാഭാവികമായി ഇവിടെ എന്താണ് വ്യത്യാസം? LDF UDF തമ്മിൽ എന്താ വ്യത്യാസം? ഈ സമരം അന്ന് അവസാനിപ്പിക്കേണ്ടത് UDFന്റെ ആവശ്യമായിരുന്നെന്നും UDF കൂടി മുൻകൈ എടുത്തുണ്ടാക്കിയ ഒരു ഒത്തുതീർപ്പിന്റെ ഫലമായിട്ടാണ് അന്ന് ഈ സമരം അവസാനിപ്പിച്ചതെന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്ത് മെച്ചം ഞങ്ങൾക്ക് കിട്ടി? കാരണം ഒരു ഡീല് അങ്ങ് ഇവിടെ പറയുന്ന പോലെ ഒരു ഒത്തുതീർപ്പ് ആയിരുന്നു ഇതിനകത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഞങ്ങൾക്ക് കുറെ നേട്ടം ഉണ്ടാകണമല്ലോ. ഈ ഡീല് അങ്ങ് ആരോപിക്കുന്ന ഈ ഒരു ഡീൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അന്ന് ഈ സോളാർ സമരം അവസാനിച്ചോ? അങ്ങനെ ഒരു ഉത്തരം പറ. സോളാർ സമരം അവസാനിച്ചില്ല. നിങ്ങൾക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം അതിനേക്കാൾ തീവ്രമായി, കാരണം ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരത്തെക്കാൾ തീവ്രമായിട്ടുള്ള സമര പരമ്പരകളാണ് പിന്നീട് CPM അഴിച്ചുവിട്ടത്. ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രിയെ തന്നെ വേട്ടയാടുന്ന, ഉമ്മൻചാണ്ടിയെ തന്നെ ശാരീരികമായി ആക്രമിക്കുന്ന, കായികമായി നേരിടുന്ന അവസ്ഥയിലേക്ക് ഈ സമരം അങ്ങ് മുന്നോട്ട് പോയി. അന്ന് ഈ സമരം അല്ല സാർ, ഇതിലൊക്കെ എന്ത് തീവ്രത? ഇതൊക്കെ വെറും നാടകമാണ് എന്നല്ലേ ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കാപട്യമാണ്, സമര കാപട്യം, അതിൻ്റെ ഒരു പരമ്പര. താങ്കൾ പറഞ്ഞതുപോലെ CPM പല സമരങ്ങളും അഴിച്ചുവിട്ടു. പക്ഷേ അതിൻ്റെയൊക്കെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെയല്ലേ, വസ്തുതകളല്ലേ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ ഇങ്ങനെ സമരം നടത്തും, ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അവസാനിപ്പിക്കും, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചാണല്ലോ നടത്തിയിരിക്കുന്നത്. ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ വഞ്ചിക്കുന്നു. നിങ്ങൾക്കൊന്നും ആത്മാർത്ഥതയില്ല രാഷ്ട്രീയത്തിൽ, പൂർണ്ണമായും ആത്മാർത്ഥത വേണമെന്നൊന്നുമില്ല. ആദർശ രാഷ്ട്രീയം അതൊക്കെ നമ്മൾ പറയാം നമുക്ക്, പക്ഷേ കുറച്ചെങ്കിലും മാന്യത കാണിക്കണ്ടേ പ്രൊഫസർ റോണി? കുറച്ചെങ്കിലും മാന്യത കാണിക്കണ്ടേ? അല്ല അന്വേഷിച്ച് പറയട്ടെ, ഇതിനകത്ത് ഞങ്ങൾ എന്ത് മാന്യതക്കാണ് കാണിച്ചത്? ഈ സോളാർ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞത് എനിക്കൊന്നിനും ഭയമില്ല, ഏത് അന്വേഷണവും എന്തിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാ. ഈ ഉപരോധ സമരവുമായി CPM വന്നപ്പോൾ തന്നെ ഞങ്ങൾ UDF സർക്കാർ അന്ന് പറഞ്ഞതാണ് ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണ്. പക്ഷേ അന്ന് CPM നേതൃത്വം തയ്യാറില്ലായിരുന്നു. അവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ തയ്യാറില്ല.
എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് പോലെയാണ് CPM സഖാക്കന്മാർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും വലിയ യാത്രയപ്പ് വികാരപരിതമായ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന പോലെ സഖാക്കന്മാർ വന്നു. ഈ പറയുന്ന ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പുറത്താക്കാതെ ഞങ്ങൾ തിരിച്ചു വരില്ല പ്രതിജ്ഞ ചെയ്തുകൊണ്ട്. പക്ഷെ എന്ത് ചെയ്തു? ഞങ്ങൾ അതിനകത്തൊരു വിട്ടുവീഴ്ച ചെയ്തു. സോറി പറയുക. കാരണം തിരുവനന്തപുരം പോലെ ഒരു മഹാനഗരത്തിൽ 10,000-ഓളം ആളുകൾ തമ്പടിച്ച് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങൾ അതിനകത്ത് എന്താ ദുർഗന്ധപൂരിതമായിരുന്നു അന്ന്. ഞങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അക്കാലത്ത് 11 വർഷം മുമ്പ് ദുർഗന്ധപൂരിതമായിരുന്നു. സെക്രട്ടേറിയറ്റ് വഴി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അനിൽജി, ഈ സമരമായി വരുന്നതിന് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി പറഞ്ഞു ജുഡീഷ്യൽ നിങ്ങൾ തയ്യാറാണ്. പക്ഷെ CPM നേതൃത്വം അതിന് ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രപ്പോസൽ അംഗീകരിക്കണമെന്ന് തയ്യാറില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചയായിട്ട് ചെയ്തു? ഞങ്ങൾ ആദ്യ പ്രതിഷ്ഠാനത്ത് തന്നെയാണത്. ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അവർ സമരം പിൻവലിച്ചു. ഈ സമരം പിൻവലിക്കുന്നത് CPM-ന്റെ ആവശ്യമായിരുന്നു. കാരണം ഇവിടെ ഇപ്പോൾ അനിൽജി പറഞ്ഞതുപോലെ അവിടുത്തെ സിറ്റുവേഷൻ, അവിടെ യാതൊരു വിധത്തിലുള്ള അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ അവരുടെ പ്രാരംഭമായ ആവശ്യങ്ങൾക്ക് പോലുമുള്ള സൗകര്യങ്ങളില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? എങ്ങനെയും സമരത്തിൽ നിന്ന് തലയൂരുക എന്ന് പറയുന്നത് CPM-ന്റെ ആവശ്യമായിരുന്നു. പക്ഷെ അതിന്റെ പേരിൽ ഇന്ന് പറയുന്നത് പോലെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ല. UDF-ന് അതിനകത്ത് ഒരു മെച്ചമുണ്ടായിട്ടില്ല. എനിക്കിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ പറയാനുള്ളത് ഈ സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നു. ഇതെന്ന് പറഞ്ഞ ലൈംഗിക പീഡന ആരോപണം മുഖ്യമന്ത്രി അദ്ദേഹത്തെ കുടുംബാംഗങ്ങളെയും എത്ര വൃത്തികെട്ട രീതിയിലാണ് അവമാനിച്ചത്. CPM ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് ഇതെന്ന് പറയുന്നത് UDF-നെതിരെയുള്ള ഒരു വെല്ലുവിളിയോ UDF-നെതിരെയുള്ള സമരവുമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തിനെതിരെയാണ് CPM 3-4 വർഷം ഇത്ര വൃത്തികെട്ട ഒരു സമരവുമായി മുന്നോട്ട് പോയി. സമരം മാത്രമാണോ? 2011 അധികാരത്തിൽ ശിവരാജൻ കമ്മീഷൻ അദ്ദേഹത്തിന്റെ മനോനില പോലെ നമുക്കറിയാം. എത്രമാത്രം വൈകൃതങ്ങൾ നിറഞ്ഞൊരു റിപ്പോർട്ട് തയ്യാറാക്കിയ അദ്ദേഹം ആസ്വദിക്കുകയായിരുന്നു. ഈ പറയുന്ന അന്ന് അവിടെ കേസിൽ വിചാരണ ചെയ്യപ്പെട്ട ആളുകളുടെയൊക്കെ മൊഴികൾ കേട്ട് വല്ലാണ്ട് ആസ്വാദനത്തിലൂടെ കടന്നുപോയ വല്ലാത്ത ഒരു വൈകൃതത്തെ നിറഞ്ഞ മനസ്സിന് അടിമയായിട്ടുള്ള ശിവരാജന്റെ മുമ്പിൽ പോയി 17 മണിക്കൂർ ഈ ഉമ്മൻചാണ്ടി ഒരു തെറ്റുപോലും ചെയ്യാത്ത ഒരു പാപത്തിന്റെ കറ പോലും ഇല്ലാത്ത ഉമ്മൻചാണ്ടി 17 മണിക്കൂറാണ് ഈ സിദ്ധാന്തം കമ്മീഷൻ. പ്രൊഫസർ റോണി